പ്രതിപക്ഷ നേതാവ് കൂടി സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്കാണ് പ്രതിപക്ഷ നേതാവ് നിലവിൽ എത്തിയിട്ടുള്ളത്. ഈ മൃതദേഹം നിലവിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ തന്നെയാണ് ഉള്ളത്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ നിന്നും മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി സ്വീകരിക്കാനായുള്ള ശ്രമം ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് നടന്നു, പോലീസിന്റെ ഭാഗത്തു നിന്ന് നടന്നു. ആ ശ്രമം ചെറുക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പ്രതിപക്ഷ നേതാവ് സ്ഥലത്ത് സന്ദർശനം നടത്തുകയാണ്. ഇവിടെ ഈ മൃതദേഹവും അതിനോടൊപ്പം തന്നെ ഈ സംഭവത്തിൽ പരിക്കേറ്റ ആദിവാസി മൂപ്പനും ഉൾപ്പെടെയുള്ളവരാണ് നിലവിൽ ഉള്ളത്. ആ ആദിവാസി മൂപ്പനും ഇവിടേക്ക് എത്തിയിരുന്നു. നമുക്ക് അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൃത്യമാണ്. അതായത് ഈ വനവിഭവങ്ങൾ ശേഖരിക്കാനായി തങ്ങൾ ഈ കാട്ടിനകത്തേക്ക് പോയ സമയത്താണ് ആനയുടെ ആക്രമണം ഉണ്ടായത്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ആദിവാസികൾക്ക് നൽകേണ്ട കൃത്യമായ കാര്യങ്ങൾ, കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ ഭൂമി ആ മേഖലയിൽ നൽകിയിരുന്നില്ല. വനാവകാശ സംരക്ഷണ നിയമം ഇവിടെ പാലിക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ആദിവാസികൾക്ക് വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഈ ഉൾക്കാട്ടിലേക്ക് പോകേണ്ടി വന്നത്. അങ്ങനെ ഉൾക്കാട്ടിലേക്ക് പോകേണ്ടി വന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. സർക്കാർ ക്രിയാത്മകമായി അല്ലെങ്കിൽ ആദിവാസികൾക്ക് നൽകേണ്ട പരിരക്ഷയോ അല്ലെങ്കിൽ അവർക്ക് നൽകേണ്ട അവകാശങ്ങളോ നൽകി വരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായതെന്നുൾപ്പെടെയുള്ള വിവരങ്ങളാണ് നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് MLA ഉൾപ്പെടെയുള്ളവർ നമ്മളോട് പങ്കുവച്ചത്. നിലവിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റാനായി ധൃതി പിടിച്ച് മൃതദേഹം മാറ്റാനായുള്ള ശ്രമം നടന്നു. ആ ശ്രമത്തിനെതിരെയാണ് പ്രതിഷേധമുണ്ടായത്. അതിനോടൊപ്പം തന്നെ ഇവിടെ BJP പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. ഈ ആദിവാസികൾക്ക് നൽകേണ്ട കാര്യങ്ങളൊന്നും തന്നെ നൽകാതെ ഭരണകൂടം വലിയ തോതിൽ അവർക്ക് നൽകേണ്ട അവകാശങ്ങൾ നൽകാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് BJP ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ പ്രതിഷേധങ്ങളും ഉണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ തന്നെയാണ് നിലവിൽ മൃതദേഹമുള്ളത്. അതായത് ഈ ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറ മേഖലയിലേക്ക് പോകുന്ന വഴി വാഴച്ചാലിന് ശേഷമാണ് പിന്നീട് ഈ പെരിങ്ങൽകുത്ത് ഡാമിനോട് അടുത്താണ് ഈ വാച്ചിമരം ആദിവാസി കോളനി ഉൾപ്പെടെയുള്ളവ ഉള്ളത്. ഈ റോഡരികിൽ നിന്ന് വനമേഖലയിലേക്ക് പോയ ശേഷമാണ് ഇത്തരത്തിൽ ഇവരുടെ ഒരു കോളനി എല്ലാം തന്നെ ഉള്ളത്.